കേരളത്തിന്റെ ആരോഗ്യരംഗം ഗുരുതരമായ തകർച്ചയിലാണ് എന്ന് ഏറ്റവും സത്യസന്ധനായ സേവന തൽപരനായ ഡോക്ടർ ഹരീസ് ഹസൻ നടത്തിയ വെളിപ്പെടുത്തൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട്. അതിന് പരിഹാരമുണ്ടാക്കുന്നതിന് പകരം ഭരണത്തിന്റെ ദുസ്വാധീനത്തിൽ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയും പീഡിപ്പിച്ചും വരുതിയിൽ നിർത്താനാണ് കേരളത്തിലെ ഗവൺമെന്റ് ശ്രമിച്ചത്. മുഖ്യമന്ത്രി തന്നെ അതിന് നേതൃത്വം നൽകി. എന്നാൽ ഏത് അന്വേഷണ പ്രഹസനവും എത്ര തന്നെ നടത്തിയാലും, എന്ത് മോഷണത്തിന്റെ ആരോപണം ഉന്നയിച്ചാലും അദ്ദേഹം നിരപരാധിയാണ്, സത്യസന്ധനാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വസ്തുനിഷ്ഠമാണ്. അത് കേരളത്തിലെ ജനങ്ങൾ ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുരിതങ്ങൾ തന്നെയാണ്. ആരോഗ്യ മേഖലയുടെ ഗുരുതരമായ പ്രതിസന്ധി അത് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. അതിനെ മറച്ചുവെക്കാൻ ഗവൺമെന്റ് എന്ത് നാടകങ്ങൾ നടത്തിയാലും, എത്ര അധികാര ദുർവിനിയോഗം നടത്തിയാലും അവർക്ക് സാധിക്കുന്നതല്ല. ജനങ്ങൾ ഡോക്ടർ ഹരീസ് ഹസന്റെ കൂടെയാണ്. UDF കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നു. AGMOയ്ക്കും മറിച്ചൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. ഡോക്ടർമാരുടെ ആ തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അവരോടൊപ്പം കേരളത്തിലെ ജനങ്ങളുണ്ട്, കോടിക്കണക്കിന് ജനങ്ങളുണ്ട് എന്ന കാര്യം ഞങ്ങൾ വ്യക്തം. നാടകങ്ങൾ അല്ലെങ്കിൽ അവര് ഡോക്ടർക്കെതിരെ നടത്തിയ കരുനീക്കങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിയായി. അതിൽ സംസാരിക്കുന്ന തെളിവുകൾ ജനങ്ങൾ കണ്ടു കഴിഞ്ഞു. അവരത് നല്ല ബോധ്യത്തോടെ മനസ്സിലാക്കുന്നുണ്ട്. സർക്കാർ സത്യത്തിൽ ഈ ഡോക്ടർക്കെതിരെ നടത്തിയ അപവാദ പ്രചരണങ്ങളും ഭീഷണി പ്രയോഗങ്ങളും എല്ലാം പിൻവലിച്ച് മാപ്പ് പറയണം എന്ന് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുകയാണ്.